ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് കടലമാവും 1.5 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ലഡുവിന് യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. അതുകൂടാതെ 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിവയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായി ഈ കടലമാവിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി കടലമാവിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് അളന്നെടുത്ത അതേ കപ്പിൽ ഏകദേശം 1 കപ്പ് വെള്ളം മതിയാകും. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടും ഇതൊന്ന് അടിച്ചെടുക്കാം. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൂന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ഹോൾസുള്ളൊരു തവിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ തവിയിലേക്ക് മാവ് കോരി ഒഴിച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഡ്രോപ്പായിട്ട് മാവ് എണ്ണയിൽ വീഴും. അങ്ങനെ നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ബൂന്തി ചെറുതായി ഫ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ബൂന്തി കൂടുതൽ ഫ്രൈ ആകാൻ പാടില്ല. കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് അതിൽ പിടിക്കില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ ബൂന്തി ഫ്രൈ ആയി വരും. നാലഞ്ച് ട്രിപ്പായിട്ട് നമുക്ക് ഈ ബൂന്തി മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ പൊടിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലഡു നല്ല യെല്ലോ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ എടുത്താൽ മതി. എനിക്കിപ്പോൾ ബ്രൗൺ ഷുഗർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ അതെടുത്തു. അതുകൊണ്ട് തന്നെ ലഡുവിൻ്റെ കളർ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചെറിയ ബ്രൗണിഷ് കളർ ഉണ്ടാവും. അതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് ഒറ്റനൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. എന്നാലും നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം. ഷുഗർ സിറപ്പ് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി അതിനുശേഷം നമുക്ക് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തി ആഡ് ചെയ്ത് കൊടുക്കാം. ബൂന്തി ഷുഗർ സിറപ്പിൽ മുങ്ങിക്കിടക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഷുഗർ സിറപ്പ് എല്ലാം ബൂന്തി വലിച്ചെടുക്കും. കുറച്ച് കട്ടിയായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചു നേരം തണുക്കാൻ അനുവദിക്കാം. ചെറു ചൂടോടുകൂടി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടുന്നതിന് മുമ്പ് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് നെയ്യ് തടവാം. അതിനുശേഷം ചെറു ചൂടോടുകൂടി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. കൂടുതൽ തണുത്തു പോയാൽ നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വലിയ ബോൾസായിട്ടോ ചെറിയ ബോൾസായിട്ടോ നമ്മുടെ ഇഷ്ടാനുസരണം ഉരുട്ടിയെടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഡുവിൻ്റെ കളറിനൊരു വ്യത്യാസം വന്നത്. വളരെയധികം സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ലഡു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലഡു കൂടുതൽ ദിവസം വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.